ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഒരു കുക്കർ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതും കോഴിക്കോടൻ സ്റ്റൈലിൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചേച്ചി വരുന്നവരം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചി വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് നമ്മളതെല്ലാം കുക്കറിനകത്താണ് കേട്ടോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വേറെ പാത്രങ്ങളൊന്നും അവൈലബിളും അല്ല. പിന്നെ കുക്കറിനകത്താകുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് കുക്ക് ചെയ്യണ രീതി അറിയാമല്ലോ, നമുക്കെല്ലാം പെട്ടെന്നെല്ലാം ചെയ്തെടുക്കണം. സോ കുക്കറിനകത്തായിട്ട് നമ്മൾ ചിക്കൻ്റെ എല്ലാം അടിയിൽ വെച്ചിട്ട് നമ്മൾ മേളിലാണ് ചോറ്, നേരത്തെ വെച്ചിരുന്ന ചോറ് എല്ലാം സെറ്റാക്കി. നിനക്ക് മൈദമാവൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ മൈദമാവിന് പകരം ഗോതമ്പ് മാവാണ് ദം ഒട്ടിക്കാനായിട്ട്, അതായത് നമ്മുടെ സ്റ്റിക്കി പശയായിട്ട് യൂസ് ചെയ്തത് ഗോതമ്പ് മാവാണ്. സോ നമ്മുടെ കൊതിയൂറും ചൂട് പാറും നമ്മുടെ കോഴിക്കോടൻ ദം ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെ ക്ഷണിക്കുകയാണ് കഴിക്കാനായിട്ട്. എല്ലാവരും വന്ന് കഴിച്ച് ഞങ്ങളുടെ കോഴിക്കോടൻ ദം ബിരിയാണിയുടെ അഭിപ്രായം പറയണം കേട്ടോ.